പാഠം 945. ഒരു ദീർഘദർശിയുടെ കഥ. ഹലോ. ആ വിദ്യ, ഇതെന്താ രാവിലെ? ഇതുവരെയായിട്ടാ പ്രശ്നം തീർന്നില്ലേ? ആഹാ, എന്നിട്ട് നിന്റെ കെട്ടിനെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതിൽ നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ വിദ്യ? അയാൾ പോയി പണി നോക്കാൻ പറ. ഞാൻ സംസാരിക്കാനോ? ഞാൻ എന്താ സംസാരിക്കുക? ആ ശരി, ഞാൻ നോക്കട്ടെ. ഈ ആണുങ്ങളെ കൊണ്ട് തോക്കേ ഉള്ളൂ. നാട്ടിൽ മോഷണം പെരുകുന്നു. ആശങ്കയിൽ നാട്ടുകാർ. ജോലി ചെയ്യാതെ ജീവിക്കാൻ ഇറങ്ങിയിരിക്കുന്നവനെയൊക്കെ നാട് കടത്തണം. പോത്തൻകോട്. ആരായിരുന്നു വിളിച്ചത്? അത് പറയാനാ ഞാൻ വന്നത്. വിദ്യ വിളിച്ചത്. അവള് സതീഷ് സാറ് തമ്മില് 3 ദിവസമായിട്ട് ഭയങ്കര വഴക്ക്. ഈ ആണുങ്ങളെ ദുർവാശി കാരണം ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ പറഞ്ഞത്? സതീഷ് സാർ ഭയങ്കര മാന്യന, സ്നേഹമുള്ളവനാ, എന്നെ പോലും അല്ല എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു നിസ്സാര കാര്യം വന്നപ്പോഴത്തേക്ക് ആളുടെ സ്വഭാവം ഒന്നും മാറി. കഴിഞ്ഞ ദിവസം സദാനൻ സാറ് പറഞ്ഞിട്ട് വിധി ഒരു കേസ് ഏറ്റു. കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സതീഷ് സാറിന് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ കേസ് നീ വാദിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കേസ് ഏറ്റ സ്ഥിതിക്ക് അത് വാദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വിദ്യ കക്ഷിയെ വിളിച്ചു പറഞ്ഞു സതീഷ് സാർ കോളേജിൽ പോയതിനു ശേഷം വരാൻ. അയാൾ അതുപോലെ തന്നെ ചെയ്തു. കഷ്ടകാലത്തിന് കോളേജിലൊന്ന് സമരമായിരുന്നു. സതീഷ് സാറ് നേരത്തെ വീട്ടിലും തിരിച്ചെത്തി. കക്ഷിയെ കണ്ടതോടെ സാറും വിദ്യാലക്ഷ്മി തമ്മിൽ വഴക്കായി. 3 ദിവസമായിട്ട് ഇപ്പൊ അത് തീർന്നില്ലെന്ന്. ഇപ്പൊ എന്നോട് പറയാ ഒന്ന് സംസാരിക്കാൻ. കേട്ടെടുത്തോളം വിദ്യാലക്ഷ്മി ചെയ്തത് ഭയങ്കര തെറ്റാണ്. സ്വന്തം ഭർത്താവിനെ ഒളിച്ച് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിക്കാതെ ചെയ്യാൻ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സത്യം പറയാലോ, ഈ ആണെന്ന് പറഞ്ഞ വർഗത്തിനെ കൊണ്ട് തന്നെ തോറ്റിരിക്കുക. സതീഷ് സാൻ അങ്ങനെ തന്നെയാണ്. പെൺകോന്തനായി നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഭാര്യധിക്കാരം കാണിക്കുന്നു. ചിറയിൻ കീഴ് റവന്യൂ വകുപ്പിൽ ഉദ്യോഗകയറ്റത്തിലുള്ള ലിസ്റ്റ് തയ്യാറായി. 1 മാസത്തിനുള്ളിൽ സർക്കാർ ഉത്തരവ് പുറത്തു വന്നേക്കും. എന്താ എടാ, എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. അമ്മ കാണാവുന്നതാണോ? വിദ്യാലക്ഷ്മി ചെയ്ത പോലെ നീ ചെയ്യാറുണ്ടോ? എന്ത്? അല്ല, ഏതെങ്കിലും കേസ് ഏറ്റെടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നെ അറിയിക്കാതെ ആ കേസ് ഏറ്റെടുക്കുന്ന ഒരു രീതി. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കേസ് അത് നീ ഏറ്റെടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയാം. അതുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷി ഞാൻ ഉള്ളപ്പോൾ ഇവിടെ വരാതെ നോക്കുകയും ഞാൻ പോയി കഴിയുമ്പോൾ അയാളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. എന്താ ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ട്. ശരി, സംശയിച്ചോളൂ. ഞാൻ പോയി കഴിഞ്ഞ് കേസിന്റെ കാര്യം സംസാരിക്കാമെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോഹന ട്രിപ്പ് എന്താ വേണ്ടത്? നീ വിദ്യാലക്ഷ്മിയുടെ കൂട്ടുകാരിയാണല്ലോ. അപ്പോ വിദ്യാലക്ഷ്മി ചെയ്യുന്നതൊക്കെ നീയും ചെയ്യാതിരിക്കോ? അങ്ങനെ വല്ലതും നീ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. മോഹനേട്ടാ, വിദ്യാലക്ഷ്മി എന്റെ കൂട്ടുകാരിയാണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ
വീട്ടിൽ അവള് പെരുമാറുന്ന പോലെ അല്ലല്ലോ ഞാൻ പെരുമാറുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഒരു കേസ് വന്നു. ആ കേസ് ഞാൻ ഏറ്റെടുക്കുന്നതില് മോഹനേട്ടന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. മോഹനേട്ടന് ഇഷ്ടം നടത്തി തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കും. പക്ഷെ ആ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണെങ്കിൽ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനതേക്കും. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത കേസാണല്ലോ അത്. അതെന്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ ഒരു കേസ് ഏക്കണമെന്ന് തീരുമാനിച്ചാൽ അതേക്കും. എനിക്കതിന് മോഹനേട്ടൻ അനുമതി ആവശ്യമില്ലല്ലോ. എന്തായാലും വിദ്യ ചെയ്ത പോലെ കക്ഷോട് ഒളിച്ച് സംസാരിക്കാനൊന്നും ഞാൻ നിൽക്കൂല. മോഹനേട്ടനെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ സംസാരിക്കും. അപ്പൊ അവിടെ വിഷയമല്ല, ഏതെങ്കിലും വഴിപോകനായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? എന്റെ വീട്ടിലെ കാര്യം പ്രഭയ്ക്ക് അറിയാലോ. കുട്ടികൾ സ്കൂളിലും പോയി ഞാനും പ്രഹ്ലാദും ചേട്ടന് ആഫീസിലേക്ക് ഇറങ്ങിയ പിന്നെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് ശരിക്കും പേടിക്കണം കാഞ്ഞിര സാറേ. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ജനാല പൊളിച്ച് അകത്ത് കയറി സാധനങ്ങൾ എടുക്കേ ഉള്ളൂ. ആളുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറന്നു കൊടുക്കും. സംസാരിക്കാൻ ഒരാളെ കിട്ടിയ അമ്മയ്ക്ക് സന്തോഷം. പക്ഷേ ഈ മനുഷ്യൻ വരുന്നത് സംസാരിക്കാനല്ലല്ലോ. വാതിൽ തുറന്നു കൊടുത്ത് അയാൾക്ക് ജോലി എളുപ്പാവും. കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ആളുടെ തലക്കടി കൊടുക്കും. എന്നിട്ട് സ്വർണവും പണവും എടുത്ത് സ്ഥലം വിടും. അല്ല, അങ്ങനെ എടുത്തോണ്ട് പോകാൻ പണമൊന്നും വീട്ടിലില്ല. പിന്നെ സ്വർണം എന്ന് പറയുന്നത് ഈ കിടക്കുന്നതൊക്കെ ഉള്ളൂ. ബാക്കി ബാങ്കിൽ പണയത്തിലല്ലേ. കാഞ്ചന സാറേ, ഇന്നലെയും വീട് കയറി മോഷ്ടിച്ചു. ഇവിടെ അല്ല, അങ്ങ് തലക്കുളം വില്ലേജില്ല. ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീടാ. ഭാര്യയ്ക്ക് സർക്കാർ ജോലി, ഭർത്താവിന് ടൗണിൽ കടയും. രണ്ടുപേരും വീട്ടിലില്ലാത്ത നേരത്തായിരുന്നു പരിപാടി. ഈശ്വരാ, അപ്പൊ ശരിക്കും പേടിക്കണമല്ലോ. പേടിക്കണം പ്രഭു സാറേ. അടയാളങ്ങളൊക്കെ നോക്കിട്ടെ എല്ലാം ഒരാള് തന്നെയാ. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 6ാമത്തെ വീടായത്. നമസ്കാരം സാർ. എന്താ പ്രശ്നം? വീട് കുത്തി തുറന്ന് മോഷണം സാർ. ആൾക്കാരില്ലാത്ത വീട്ടിൽ പകല് വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്ന ഒരുത്തനുണ്ടേ. ഇന്നലത്തതും കൂടെ കൂട്ടിയ 6 മോഷണമായി. ജോലിയുള്ള ആളുകളുടെ വീട്ടിലാ നോട്ടം. അതാകുമ്പോ പകൽ ആളുണ്ടാവില്ലല്ലോ. പിന്നെ അത്യാവശ്യം സ്വർണവും പണവും കാണുകയും ചെയ്യും. ഇതൊരു വില്ലേജ് ഓഫീസാണ്. മോഷണ കേസുകളെ പറ്റി സംസാരിക്കേണ്ടത് ഇവിടെയല്ല, പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ സാറേ, മോഷ്ടിക്കാൻ കയറുന്നത് നമ്മളെ പോലുള്ളവരുടെ വീട്ടിലാ. നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേ? എപ്പോഴെങ്കിലും വന്ന് വീടും പരിസരവും ഒക്കെ നോക്കി വെക്കും. വീട്ടുകാർ വീട് പൂട്ടി ഇറങ്ങുമ്പോ അകത്ത് കയറും. അത് അയാളുടെ രീതി. മോഷണം നടന്ന 5 വീടുകളിലെ ആളുകൾ അവനെ മുമ്പ് വീട്ടിന്റെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. എന്തായാലും പോലീസുകാർ ഉഷാറായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. മിക്കവാറും അവൻ അവരുടെ വലയിൽ വീഴും. കണ്ടറിയണം, നമ്മുടെ പോലീസുകാരല്ലേ. അവർക്ക് കള്ളനെ കിട്ടിയാ കിട്ടി എന്ന് പറയാം.
അതവൻ തന്നെ. ഹലോ, ഉത്തമ, ഞാനാ. എന്ത് സാറേ? എന്റെ വീട്ടിൽ ഒരു മോഷണ ശ്രമം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മോഷണം? അതെ, ആളെ എനിക്കറിയാം. ഞാൻ ആഫീസിലേക്ക് വരുമ്പോഴും അവൻ അവിടെ ഉണ്ടായിരുന്നു. ഭാമ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവൻ വീട്ടിൽ കയറി. സാറ് ആരുടെ കാര്യം പറയുന്നേ? ആരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അവൻ വീട്ടിൽ കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉത്തമൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് ഞാൻ വരുന്നത് വരെ വീട്ടിൽ തന്നെ കാണണം. അവൻ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവനെ പിടിക്കണം. സാർ ഇത് കാര്യമായിട്ടാണ് പറയുന്നത്? പിന്നെ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും കളിയായിട്ട് പറയൂ? സമയം കളയാനില്ല. ഉത്തമൻ വീട്ടിലേക്ക് ചെല്ല്. പെട്ടെന്ന് വേണം. ശരി സാറേ. പോലീസ് അവനെ പൊക്കിയിട്ട് പോലീസിനെ അറിയിക്കാം. നിങ്ങളെയും നാട്ടുകാരെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഞാൻ പോകുന്നത്. സാർ, നമ്മുടെ ആ 77 ഫയലിൽ ശിശുപാല, ഞാനൊന്ന് പുറത്തു പോവാ. എവിടാ സാർ? അത് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും. പക്ഷേ ആദ്യം ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്കാ. വീട്ടിലേക്കോ? അപ്പൊ സാറിന് ലീവാണോ? ഒരിക്കലുമല്ല. നിങ്ങളെയും നാട്ടുകാരെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഞാൻ പോകുന്നത്. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും നടക്കും. സാർ എന്തിനെ പറ്റിയാ പറയുന്നത്? പറച്ചിലിൽ കെ മോഹനകൃഷ്ണ സാറിന് വിശ്വാസമില്ല, പ്രവൃത്തിയിലാണ് താല്പര്യം. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കും. സാർ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ കാഞ്ചനോട് പറഞ്ഞാൽ മതി. കുറച്ചു നേരത്തേക്ക് ഞാനിവിടെ കാണില്ല. ഒരു നമസ്കാരം സാർ. ആരാ നിങ്ങൾ? ഗോവിന്ദൻകുട്ടിയെ സാറിന് പരിചയം കാണില്ല. നമ്മുടെ അങ്കനവാടിയുടെ കിഴക്ക് വശത്തെ സ്ഥലമല്ലേ യോഹന്നാൻ ചേട്ടൻ വിറ്റത്? അത് വാങ്ങിയത് ഗോവിന്ദൻകുട്ടിയാ. ആധാരം എഴുതിയപ്പോ സർവേ നമ്പറിൽ ഒരു പെശക് വന്നു. ഇന്നലെ പോക്കുവരനായി ആധാരം ഇവിടെ കൊണ്ടുവന്നപ്പോഴാ പെശക് മനസ്സിലായത്. ഞാനാ പറഞ്ഞത് സാറിന് ഒന്ന് കണ്ട് കാര്യം പറയാൻ. രാവിലെ ഗോവിന്ദൻകുട്ടി സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നാൽ സാറ് വഴക്ക് പറയുമെന്ന് ചായക്കടയിലെ കിഷൻകുട്ടി പറഞ്ഞത് കൊണ്ട് പേടിച്ച് ഗോവിന്ദൻകുട്ടി സാറിന്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ വന്നിരുന്നു, പക്ഷെ സാറിന്റെ ഭാവം കണ്ടപ്പോഴേ പേടിച്ചുപോയി. അതുകൊണ്ടാ വീട്ടിലോട്ട് കയറി വരാത്തത്. അവിടുന്ന് എന്നെ വിളിച്ചു സാർ. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, സാറിന് ധൈര്യമായിട്ട് കണ്ടോളൂ എന്ന്. പക്ഷേ ഗോവിന്ദൻകുട്ടിക്ക് ആ പേടി അങ്ങോട്ട് മാറിയില്ല സാർ. ആധാരം തിരുത്താതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാറൊന്ന് നോക്കണം. പോക്കുവരവ് നടന്നു കിട്ടിയാൽ അത് വലിയൊരു സഹായമായിരിക്കും. ആധാരം എവിടെ ഉണ്ട്? ഇതിലെല്ലാം ഉണ്ട് സാർ. ഞാനൊന്ന് നോക്കട്ടെ. ഗോവിന്ദൻകുട്ടി നാളെ വന്നാ മതി. വലിയ ഉപകാരം സാർ. ശരി. സാർ, എന്താ? സാറ് വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല. അപ്പൊ എന്തോ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞതോ? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, എന്റെ കണക്കൂട്ടലുകൾ ശരിയായാൽ എന്ന്. എന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. നിങ്ങൾ ജോലി ചെയ്യാൻ നോക്ക്. ഇതെന്തൊക്കെയാ ശിശുപാലൻ ചേട്ടാ സാർ ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല.
കാഞ്ചന സാറിന് വല്ലതും മനസ്സിലായോ? എവിടെ ഛെ, ഉത്തമം വീട്ടിൽ പോയി കാണും. അയ്യോ, ഗേറ്റ് തുറന്നു കിടക്കുകയാണല്ലോ. ഇവിടൊന്നും ആരുമില്ല. സാറങ്ങനെ വെറുതെ പറയില്ലല്ലോ. അതൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങാനും കാണുമോ? ശ്ശേ. ഉം. ആ. ഭഗവാനേ, കള്ളൻ. മോഹനേഷ് സാർ പറഞ്ഞ സത്യമാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് ആര്? ഓ, അതിനിടയ്ക്ക് ആര് വിളിക്കുന്നു? കിട്ടിയില്ലേ? അയ്യേ, എടാ കരിക്കട്ട കരിമന്തി, നിന്നെ കൈ കിട്ടൂടാ കരിമന്തി. കൈ വിട്ട് പോയല്ലോ. ഇത് ഇതിന്റെ ഇടയ്ക്ക് ആരിത് വിളിക്കണത്? ഇത് ഹലോ, എത്ര നേരമായി ഉത്തമ ഞാൻ വിളിക്കുന്നു. ഫോൺ വിളിച്ചെടുത്തൂടെ? സാറായിരുന്നു എത്ര നേരം വിളിച്ചോണ്ടിരുന്നത്. സാറ് പറഞ്ഞത് സത്യമാണ്. എന്താ? കള്ളനെ ഞാൻ കണ്ടു. പിന്നെ സാർ അപ്പോൾ ഫോൺ വിളിച്ചില്ലായിരുന്നു, ഞാൻ അവനെ കയ്യോടെ പിടിക്കുമായിരുന്നു. ഫോൺ ബെല്ലിന്റെ ശബ്ദം കേട്ട ഓടിക്കളഞ്ഞു. എന്നാലും സാറിന് സമ്മതിക്കണം കേട്ടാ. എന്തിനാ സാർ ഇതെങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു വില്ലേജ് ഓഫീസറാണല്ലോ, എല്ലാം ഞാൻ അറിയും. എല്ലാം ഒരു 5 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്നാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ഓടിയത്. അത് ഒരിടത്ത് എത്തിയില്ല. എന്നാലും മോഹനേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നേ. വീട്ടിൽ കള്ളം കയറുന്ന കാര്യം
ഓഫീസിലിരുന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഓ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ മോനേഷ് സാറ് പറഞ്ഞത് കൃത്യമായിരുന്നു. സാർ ആ സമയത്ത് ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ കള്ളന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. അവന്റെ തൊട്ട് പിന്നിൽ ഇങ്ങനെ വടിയുമായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്തായിരുന്നു സാറ് എന്നെ ഫോൺ വിളിച്ചത്. അപ്പൊ എന്ത് പറ്റി? ഈ ഫോണിന്റെ ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി. അതല്ലേ പ്രശ്നമായത്. ശ്ശേ. ദാണ്ട വരുന്നു സാർ. നമസ്കാരം സാർ. എന്താ ഉത്തമ, വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു. അല്ല സാറേ, ഇവിടെ കള്ളം കയറുമെന്ന് സാർ എങ്ങനെ അറിഞ്ഞു എന്നാണ് വക്കീല് ചോദിക്കുന്നത്. പക്ഷേ എനിക്കുണ്ട് ആ സംശയം. നിങ്ങളും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ, പ്രത്യേകിച്ചും ബുദ്ധിയുടെ കാര്യത്തിൽ. എനിക്ക് നിങ്ങളെക്കാൾ ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. എന്തായാലും ആ കള്ളനെ പിടിക്കാൻ ഉത്തമന് പറ്റിയില്ലല്ലോ. വളരെ മോശമായി. അയ്യോ സാറേ, ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി. എനിക്ക് തോന്നുന്നില്ല. ഒരു ചായ എടുക്കൂ. ആ സാറേ, എന്നാ പിന്നെ ഞാൻ വരട്ടെ. ആ, ഇനി അടുത്ത് എന്തെങ്കിലും സൂചന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. എന്തിനാ? അവനെ എറിഞ്ഞാണെങ്കിലും ഞാൻ വീഴ്ത്തും. ആ, ശരി സാർ. അതെ, സത്യം പറ, മോഹനടുത്ത് എങ്ങനെ അറിഞ്ഞത് കള്ളം കയറുമെന്ന്? അതായത് നമ്മൾ ആദ്യം ചില കണക്കൂട്ടൽ കൂട്ടും. പക്ഷെ ആ കണക്കൂട്ടൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ തന്നെ വേറെ ചില കണക്കൂട്ടലുകൾ ശരിയാവും. മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ലോ. അതായത് ചക്ക ഇടുമ്പോ മുയൽ ചാവുക എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതാണ് സംഭവം. ഒരു ചായ എടുത്തെന്നാൽ വിശദമായി ഞാൻ പറഞ്ഞുതരാം. ചക്ക വീണപ്പോൾ ചത്ത മുയലിന്റെ കഥ ഒരുപാട് പഴയതാണ്. പക്ഷേ ഇക്കാലത്തും ചക്ക വീഴുന്നത് കാത്ത് പ്ലാവിന്റെ ചുവട്ടിൽ നിൽക്കാൻ മുയലുകൾ ഉള്ളത് വില്ലേജ് ഓഫീസർക്ക് രക്ഷയായി. ഒരു കണക്ക് കൂട്ടൽ തെറ്റിയപ്പോൾ മറ്റൊരു കണക്ക് ശരിയാക്കിയ മോഹനകൃഷ്ണനെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.